നമുക്കിന്നൊരു മാങ്കറി വയ്ക്കാം. നമുക്ക് ഉള്ളി ഇടാട്ടോ. ആദ്യം തന്നെ ഉള്ളി ഇട്ട് പിന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി ഇടാം. ഇഞ്ചി കുറച്ച്, ഒരു 4-5 പച്ചമുളക് അരിഞ്ഞത്. മാങ്ങ പിന്നെ ഇടാം. നമുക്ക് ഒന്ന് കൂട്ടി തിരുമ്മിയിട്ട് മാങ്ങ ഇടാം. കുറച്ച് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയേ. അല്ല, എരിവുള്ള മുളക് പൊടിയാണ് 1 ടീസ്പൂൺ ഇട്ടുള്ളൂ. മല്ലിപ്പൊടി നമുക്കൊരു 2 ടീസ്പൂൺ ഇടാം. ഇനി നമുക്ക് കുറച്ച് ചൊറുക്ക ഒഴിക്കാം. ചൊറുക്ക കുറച്ച് 2 ടീസ്പൂൺ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ആവശ്യമനുസരിച്ച് വെളിച്ചെണ്ണ. ഉപ്പ് നമുക്ക് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തേക്കാം. 1 ടീസ്പൂൺ ഇട്ടേ. വേപ്പില നമ്മുടെ വേപ്പിലയാണ്, അപ്പോൾ ആവശ്യമായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ശരിക്കും ഒന്ന് കൂട്ടിത്തിരുമണം. നന്നായിട്ട് കൂട്ടിത്തിരുമണം. കൂട്ടിത്തിരുമലിനാണ് അതിൻ്റെ കാര്യം. അപ്പോൾ നമുക്ക് മാങ്ങ ഇടാം. മാങ്ങ ഇട്ടിട്ട് ഒന്നൊരു തിരുമ്മി കൊടുക്കാം. ശരിക്കും തിരുമ്മി നല്ല ലീഹായിട്ടൊന്ന് തിരുമ്മി വെച്ചേ. തിരുമലിനാണ് ഇതിൻ്റെ കാര്യം. കൈ കൊണ്ട് അങ്ങോട്ട് ശരിക്കും തിരുമ്മി ഇത് ഇനി ഒരു 1/2 മണിക്കൂറെങ്കിലും വെച്ചേക്കണം. എന്നാലും അത് സെറ്റ് ആവുള്ളൂ. എന്നിട്ട് നമുക്ക് തേങ്ങാപ്പാൽ വെച്ച് വെക്കാം. തേങ്ങാപ്പാൽ 2-ാം പാൽ വെച്ചിട്ട് നമുക്ക് വെക്കാം കേട്ടോ. 2-ാം പാൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കൂടെ ആവട്ടെ. നമുക്ക് 1-ാം പാൽ ഒഴിക്കാം കേട്ടോ. നമുക്ക് 1-ാം പാൽ വെച്ചിട്ട് കേട്ടോ. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം കേട്ടോ. തിളയ്ക്കാൻ നിൽക്കണ്ട. 1-ാം പാലൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. തിളപ്പിച്ചാൽ ഇതായി പോകും. കടുക് വറുക്കാം കേട്ടോ. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിടാം കേട്ടോ. നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. കൊല്ലമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. വേപ്പില ഇട്ട് കൊടുക്കാം.